back to my YouTube channel. So I'm very excited today. എന്താണ് എക്സൈറ്റ്മെൻറ്റ് റീസൺ എന്ന് ചോദിച്ചാൽ ഫോർ എ ലോങ് ടൈം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം നടന്നു. ആൻഡ് ദാറ്റ്സ് വാട്ട് മീൻസ് ഞാനൊരു സോളോ ട്രിപ്പിൽ വന്നേക്കുവാണ്. ഗായ്സ്, ഇറ്റ്സ് സൂപ്പർ എക്സൈറ്റിംഗ്. മീൻസ് എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിലും എനിക്ക് കുറേ നാളായിട്ട് എനിക്ക് ഇതുപോലെ ഒരു സോളോ ട്രിപ്പ് വരണം, സോളോ ട്രിപ്പ് പോകണം എന്നൊക്കെ ഒരു തോട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. സോ ദേ വിൽ നോട്ട് അലോ മീ ടു ഗോ ഫോർ എ സോളോ ട്രിപ്പ്. പക്ഷേ മാരേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് സിറ്റുവേഷൻസ് ഒക്കെ ഓക്കെ ആയിട്ട് ഞാൻ മാരീഡായിട്ട് 3.5 years ആയി ഓൾറെഡി. സോ സിറ്റുവേഷൻസ് ഒക്കെ ഓക്കെ ആയപ്പം സിറ്റുവേഷൻസ് ഒക്കെ ഓക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചു, മേ ബി ക്യാൻ ഐ ഗോ ഫോർ എ സോളോ ട്രിപ്പ് ലൈക്ക് ദറ്റ്. ദെൻ ഹി ടോൾഡ് യാ ഓക്കെ, ലെറ്റ്സ് ഗോ. പുള്ളിക്കാരൻ ഓക്കെ പറഞ്ഞു. ദെൻ ഐ ജസ്റ്റ് കെയിം ഹിയർ. ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ പട്ടായയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഡേ 1. ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും. ആൻഡ് ഞാൻ ഇന്നലെ നൈറ്റ് ഓൾറെഡി വന്നായിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു, അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ആൻഡ് മോർണിംഗ് എണീറ്റു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ആൻഡ് എൻ്റെ കോലം കണ്ടു ഒരുമാതിരി ടയേർഡാണ്. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പട്ടായയിൽ വന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് അല്ല, ഞാനൊരു സോളോ ട്രിപ്പ് വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ബിക്കോസ് ഫോർ ഗേൾസ് ഇപ്പോഴത്തെ ജനറേഷനിലുണ്ട്, എന്നാലും ഗേൾസിൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിലും നമ്മൾ എത്ര ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ എത്ര വലുതായി എന്ന് പറഞ്ഞാലും സ്റ്റിൽ നമുക്ക് ആരുടെങ്കിലൊക്കെ ഒരു പെർമിഷൻ എടുക്കേണ്ടി വരും. ഇങ്ങനെ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്, എല്ലാവരും അങ്ങനെ അല്ല. ബട്ട് ഒരു 90% അങ്ങനെ ആയിരിക്കും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുന്ന വെച്ചാൽ ഇവിടെ ഞാൻ വീഡിയോ എടുക്കുമ്പം അവിടെ നിന്ന് ഇവിടെ കറണ്ടൊക്കെ നോക്കുന്നതുകൊണ്ട്. സോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫാമിലി എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ കാരണമായിരിക്കാം അവർ നമ്മൾക്ക് ഇങ്ങനെ ഒരു പേടി അവർക്ക്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലവ് ഓൾസോ. സോ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അതല്ല, എൻ്റെ ഒരു പ്രായത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരു 90% ഗേൾസിനടുത്ത് ചോദിച്ചാലും ദേ ഹാവ് എ ഡ്രീം ലൈക്ക് ദിസ്, ഒരു സോളോ ട്രിപ്പ് പോകണം. ആൻഡ് ഞാൻ ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ പറയണം, ഇറ്റ്സ് സൂപ്പർ. ഞാൻ ഇത് ജസ്റ്റ് വന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളല്ല. ബട്ട് ഇത്ര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ സ്റ്റിൽ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാലും നമുക്ക് കുറച്ചുകൂടി ഒരു മോർ പവർഫുൾ ബിക്കാം മോർ പവർഫുൾ എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇതാക്കും. അപ്പോൾ നമ്മൾ ചെയ്യും, നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ. ബിക്കോസ് നമ്മൾ വേറൊരു രാജ്യത്താണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ കൾച്ചർ അറിയത്തില്ല. ആൻഡ് ഓൾസോ ഇവിടുത്തെ കുറേ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അത്ര പരിചയമില്ല. ഇവർക്ക് എന്ത് ചോദിച്ചാലും ഇവർ ചിരിക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പം നമ്മളിങ്ങനെ ഇതെടുക്കുമ്പം ഇവരുടെ ചോദിക്കുമ്പം ഇവർ ചിലപ്പോൾ ചിരിക്കും. പക്ഷേ നമ്മുടെ ആവശ്യമുണ്ട്, നമ്മളത് എങ്ങനെയും അവരെ കൊണ്ട് ഓക്കെ ആക്കിപ്പിക്കണം. ബിക്കോസ് ഇറ്റ്സ് അവർ നീഡ്. സോ നമ്മൾ ഓരോന്ന് ഹാൻഡിൽ ചെയ്ത് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മളോട് ആരുമില്ല. ബട്ട് ഇറ്റ്സ് സൂപ്പർ വൈബിങ്. സ്റ്റിൽ ഈ സോളോ ട്രിപ്പ് ഒരു വട്ടമെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വേണം. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരു റിഫ്രഷ്മെൻറ്റ്, ഒരു ഫ്രഷ്നെസ്, അല്ലെങ്കിൽ റീസ്റ്റാർട്ട്, ഒരു ബിഗിനിങ് എല്ലാവർക്കും നല്ലതായിരിക്കും. ബിക്കോസ് എല്ലാവരുടെ ലൈഫും ഒരേപോലെ എപ്പോഴും ഒരേ രീതിയിൽ പോകത്തില്ല. ലൈക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. സ്റ്റിൽ നമുക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും തകർച്ച വന്നാലും വട്ടവർ ഒരു ട്രാവൽ ഈസ് വെരി ഗുഡ്. ബിക്കോസ് ഞാൻ ജസ്റ്റ് ഇന്നലെ മോർണിംഗിൽ നിന്നാണ് ഞാൻ ദുബായിൽ നിന്നാണ് കയറിയത്. സോ ഇവിടെ വന്നപ്പോഴത്തേക്കും ആ കുറച്ച് മൊമെൻ്റ് തന്നെ ഐ ഫീൽ സോ റിലീഫ്. സോ ജസ്റ്റ് ഗോ ഫോർ എ സോളോ ട്രിപ്പ്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് വന്നൊരു ഒപ്പീനിയനാണ്. സോ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ആൻഡ് ഞാൻ ബാക്കിയുള്ളത് പതുക്കെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ഓരോന്ന് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. സ്റ്റിൽ ടൈം, ബൈ ലവ് യു ഗൈസ്. ഹൈ എവരിവൺ. ഞാൻ ആക്ച്വലി ഇപ്പോൾ പൂളാണ്, ഇവിടുത്തെ സ്വിമ്മിങ് പൂൾ. നല്ല രസമുണ്ടല്ലേ. കുറേ നേരമായി, എനിക്കൊന്നു മോർ ദാൻ 2 hours ഞാൻ വെള്ളത്തിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല, നല്ല വൈബല്ലേ, നല്ല അറ്റ്മോസ്ഫിയർ. So good.
നല്ല വൈബാണ്. ആക്ച്വലി ഐ എം സോ ഹാപ്പി ദാറ്റ് ഭയങ്കര എന്താ പറയുക, ഒരു പ്രത്യേക സന്തോഷം. ഒറ്റയ്ക്ക് വീട്ടുകാരെ ഇട്ടിട്ടോ ഹസ്ബൻഡ് ഇട്ടിട്ടോ വരുന്നതല്ല, ഒരു മീ ടൈം എന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര സൗണ്ട് കാണും. എനിവേ ഐ വിൽ ടൈം വെള്ളത്തിന് സൗണ്ട് കാണും. നമുക്കൊരു മീ ടൈം അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് നമുക്ക് കുറച്ച് ടൈം മാറ്റി വെക്കുന്ന വെരി ഗുഡ്, വെരി നൈസ്. ഇതാ രസം പറയാൻ, ഒരു 2 മണിക്കൂറായിട്ട് ഞാൻ ഇതിൽ തന്നെയാണ്, ഇതിനകത്തോട്ട് കയറിയിട്ടില്ല. കയറാൻ തോന്നുന്നില്ല, ഓരോ നാട് കൊണ്ട് കയറാൻ തോന്നുന്നില്ല. സോ ഗുഡ്. വാവ്, പക്ഷെ ക്ലോറിൻ വാട്ടറാണ്, അതങ്ങനെയല്ലേ വരുള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇവിടുത്തെ പട്ടായ നൈറ്റ് ബസാർ സ്ട്രീറ്റാണ്. കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ചിലതൊക്കെ കൊള്ളാം, പക്ഷേ ഇവിടെ മോസ്റ്റ്ലി പോർക്ക് ഭയങ്കര ആയിട്ടുണ്ട്. പോർക്ക്സ് അങ്ങനെയുണ്ട്, പോർക്ക് റൈസ്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തിലും പോർക്ക് മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. സോ കുറേ ഫുഡ്സ് ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ബട്ട് ട്രൈ ചെയ്തൊക്കെ നൈസാണ്. പക്ഷേ റൈസ് എന്ന് പറഞ്ഞാൽ അത്ര സ്പൈസി അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇവിടെ ഓണായിട്ട് വരുന്നതേ ഉള്ളൂ. ഞാനിതിപ്പോൾ ഇവിടുത്തെ 4 മണി ആകുന്നതേ ഉള്ളൂ. സോ 4 മണി ആവുന്നതേ ഉള്ളൂ ഇവിടുത്തെ. സോ ഇത് ഓണാവുന്നതേ ഉള്ളൂ ആക്ച്വലി. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഇവിടെ കുറേ ട്രൈ ചെയ്യാനുണ്ട്, പക്ഷേ ഈ ടൈമിൽ ഇവിടെ ഓണായിട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ റൂമിലിരുന്നു ഫ്രഷൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ആക്ച്വലി പാക്കേജസ് അങ്ങനെ കാര്യമൊന്നും എടുത്തില്ല. ജസ്റ്റ് കുറേ യൂട്യൂബ്സും കുറേ ചാറ്റ് GPT ഒക്കെ നോക്കിയിട്ട് വന്നതാണ്. പിന്നെ ഞാനൊരു മോട്ടോർ സൈക്കിൾ ഇവിടുന്ന് റെൻറ്റിനെടുത്തു. 3 ദിവസത്തേക്കാണ് റെൻറ്റിനെടുത്തത്. 3 ദിവസത്തേക്ക് ഇവിടെ 1000 തായ് ബാത്താണ്. 1000 തായ് ബാത്ത് എന്ന് പറയുമ്പം അത് എത്ര ആവുമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കാരണം ബിക്കോസ് ഞാൻ ദിറംസാണ് കൺവേർട്ട് ആക്കിയുള്ളത്, അപ്പോൾ ഞാൻ ദിറംസിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. സോ 1000 തായ് ബാത്താണ്. പക്ഷേ എനിക്കൊന്ന് മോട്ടോർ സൈക്കിൾ എടുത്താൽ ഇറ്റ്സ് ഗുഡ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഇപ്പം ചാറ്റ് GPTയും ഗൂഗിൾ മാപ്പും യൂട്യൂബൊക്കെ ഉണ്ടായത് കൊണ്ടിട്ട് ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് ആക്ച്വലി ഞാൻ ഇത് എടുക്കാതെ വന്നത്, പാക്കേജ് എടുക്കാതെ വന്നത്. സോ പക്ഷെ എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് നേരത്തെ ബുക്ക് ചെയ്തത് ഹോട്ടൽ മാത്രമേ ഉള്ളായിരുന്നു, അത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഇൻക്ലൂഡഡ്. പക്ഷേ ലഞ്ചൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ്. കുറേ സൂപ്പ് ഐറ്റംസ് ഇവർ എന്തോ ഈ ഒക്ടോപ്പസിൻ്റെ സൂപ്പാണ്. ബട്ട് ഇറ്റ്സ് ഗുഡ്, ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുന്നില്ല, ഇവിടെ ഓണായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവരും കുക്ക് ചെയ്ത് പ്രിപ്പയർ ആയിട്ട് വരുന്നതേ ഉള്ളൂ. സോ ഞാനിങ്ങനെ ജസ്റ്റ് ചുമ്മാ നടക്കുവാണ്. ക്ലൈമറ്റും നല്ലതാണ്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ക്ലൈമറ്റ് കണക്കത്തേത്, വലിയ ചൂടില്ല, വലിയ തണുപ്പില്ല, ചെറുതായിട്ട് ഇടയ്ക്കിങ്ങനെ മഴയൊക്കെ പെയ്ത് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുവാണ്. അവിടെ കുറേ ഡ്രസ്സിങ് വെച്ചാണ്. സ്ട്രീറ്റാണ് കേട്ടോ. സ്ട്രീറ്റ് വ്യൂ കുറേ സ്ട്രീറ്റാണ്. ഇത് ഇവിടുത്തെ കോണ്ടാക്ട് ലെൻസ് ആണ് കേട്ടോ. കോണ്ടാക്ട് ലെൻസ് അവർ ഇങ്ങനെ ഇവിടുത്തെ സ്ട്രീറ്റാണ്, ഇങ്ങനെ ലോക്കലായിട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു ഞാൻ വിചാരിച്ചത് ഒരു ഒറ്റ വട്ടം ഇടുന്നതായിരിക്കും, ബട്ട് ഇത് 1 മന്ത് ഇടാം. ഭയങ്കര ചീപ്പാണ്. 170 ഹൗ മച്ച്? 170 100 ബാത്ത്, 100 ബാത്തേ ഉള്ളൂ. അത് ഭയങ്കര ചീപ്പാണ് കേട്ടോ. പക്ഷേ ഇത് നല്ലതാണെന്ന് എനിക്കറിയില്ല, ഞാൻ മേടിച്ചില്ല.
കുറേ കളേഴ്സൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് വല്ല അട്ടറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. ബട്ട് ലെൻസാണ്. 100 ബാത്ത് എന്ന് പറയുമ്പം ഭയങ്കര കുറവാണ്. അതും ഒരു മാസത്തേക്ക് യൂസ് ചെയ്യാം. പക്ഷെ എൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കണ്ണിലൊക്കെ വെക്കുന്നില്ല ഇൻഫെക്ഷൻ. അതുകൊണ്ട് മേടിച്ചില്ല, ജസ്റ്റ് ചോദിച്ചു. കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്. കുറേ ഇയറിങ്സ് ആണ്. ഞാൻ വിചാരിച്ചു വളരെയും പക്ഷേ ഇയറിങ്സ് ആണ്. 20 ബാത്തേ ഉള്ളൂ. ഭയങ്കര ചീപ്പാണ്. ഞാനതുകൊണ്ട് ഇതൊരെണ്ണം സെലക്ട് ചെയ്തു. പട്ടായ മാർക്കറ്റാണ്. ഇപ്പോഴാണ് ഇവിടെ ഓണായത്. ഇതുപോലെ കുറേ ലൈക്ക് സ്ട്രീറ്റ് ഫുഡ്സ് അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ ഫുഡാണല്ലോ മെയിൻ. ഇവിടെ പക്ഷേ എൻ്റെ ഒരു ഇതിൽ ചീപ്പാണ് ആക്ച്വലി. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കമ്പയർഡ് ടു UAE വെച്ചിട്ടാണെങ്കിലും കുറച്ച് ചീപ്പായിട്ടാണ് ഫീൽ ചെയ്തത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. ഇത് സെൻട്രൽ പട്ടായ മാർക്കറ്റാണ് കേട്ടോ. ഞാൻ Excuse me, but this one what? Pork? No. This all pork? Chicken, pork. Okay. Hi. നൈറ്റാണ് ഇവിടെ എത്തിയത്. നല്ല രസം, നല്ല കൂളായിട്ട്, നല്ല ക്ലൈമറ്റ് കൂടാണ്. സോ ഇത് ഇവിടുത്തെ പട്ടായാല മോളാണ്. ഇവിടെ യൂഷ്വലി കാണുന്ന മോൾസ് കണക്കൊക്കെ തന്നെ, പക്ഷേ റേറ്റ് അത്ര കൂടുതല. ഞാനിവിടെ മോൾസിൽ കയറിയപ്പം ഇവിടെ നമ്മുടെ നോർമൽ മോൾസാണ്. പക്ഷേ ഭയങ്കര റേറ്റ് ഒത്തിരി ഇല്ല കേട്ടോ. കാരണം വലിയ മോൾസ് എന്നൊക്കെ പറയുമ്പം റേറ്റ് കൂടുതലല്ലേ. പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് നോർമൽ സ്ട്രീറ്റിൽ, ഇവിടുത്തെ സ്ട്രീറ്റിൽ കിട്ടുന്ന കണക്ക് തന്നെ ആ സെയിം റേറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. കൊള്ളാം, നല്ല രസം. ഇത് ഇവിടുത്തെ മാർക്കറ്റാണ്, പട്ടായ മാർക്കറ്റ്. ഇവിടെ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തുവാ കല്ലുമ്മക്കായ, പോർക്ക്, പിന്നെ ക്രൊക്കോഡൈൽ, അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ക്രൊക്കോഡൈൽസ് ഒക്കെ ഉണ്ടോ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ക്രൊക്കോഡൈൽ കൊള്ളാം. ബിക്കോസ് നമ്മൾ ചിക്കൻ സോഫ്റ്റ് ചിക്കൻ കഴിക്കുന്ന മാതിരി ഇരിക്കും. പിന്നെ ഒക്ടോപ്പസും നൈസാണ്. അത് നമ്മുടെ കണവ കഴിക്കുന്നതിൻ്റെ കുറച്ചുകൂടി കട്ടി. ഇതൊക്കെ ഒരു സെയിം ഫാമിലിയല്ലേ, ഒക്ടോപ്പസും സ്ക്വിഡൊക്കെ. അപ്പം അങ്ങനെ പക്ഷേ നല്ല ഇവിടെ നൈറ്റ് ഫുൾ ഓണായി. പട്ടായ എന്ന് പറയുമ്പം അങ്ങനെയാണല്ലോ. ഇത് ക്രൊക്കോഡൈലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചത് ഇത് സ്മോൾ ഇതിന് വരുന്നത് സൈസല്ല, ഇതിന് വരുന്നത് 200 ബാത്താണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഗുഡ്. നല്ല സോഫ്റ്റാണ്. ഇതൊക്കെ പല്ലിനൊക്കെ നല്ല മൂർച്ചുണ്ട് സ്കിൻ. പക്ഷേ വെരി നൈസ്. ക്രൊക്കോഡൈൽ, അങ്ങനെ ക്രൊക്കോഡൈൽ കഴിക്കാൻ പറ്റും. ഇനി അടുത്ത വെറൈറ്റി പിടിക്കണം. ഇവിടെ പിന്നെ എന്ത് കിട്ടും? ഇനി അടുത്ത വെറൈറ്റി എന്താണ്? ഒക്ടോപ്പസ് കഴിച്ചു. ഇനി എന്ത് കിട്ടും? ചെയ്യണം നമുക്ക്. ഹായ് എവറി വൺ, ഇത് ഡേ 3 മോർണിംഗ് ആണ്. കോറൽ ഐലൻഡാണ്. രാവിലെ ഓൾമോസ്റ്റ് 11:30 ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മഴ പെയ്യുന്നുണ്ടാന്ന് തോന്നുന്നു. മഴ പെയ്യുന്നുണ്ട്. ജസ്റ്റ് അവരൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്.
അവരൊന്ന് സ്റ്റോപ്പാക്കി വെച്ചേക്കാണ്. ഇവിടെ ഞാൻ വന്ന ടൈമിൽ പാരാസൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കാറ്റും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ഇത് കോറൽ ഐലൻഡിലാണ്. ഓക്കെ, ഇത് കോറൽ ഐലൻഡ് ആണ്. ഇത് ഉച്ചയ്ക്ക് 1:30 ഭയങ്കര ഈ ടൈമിലൊക്കെ നല്ല തിരക്കുണ്ട്. നമ്മളൊരു പാരാസെയിലിങ്ങും പിന്നെ ഒരു സീ വോക്കും അണ്ടർ സീ വോക്കും കഴിഞ്ഞിട്ട് വന്നതാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. നല്ല
പോയി